NSS ആദ്യം എടുത്ത തീരുമാനവും രണ്ടാമതെടുത്ത തീരുമാനവും NSSന്റെ ആഭ്യന്തരമായ കാര്യമാണ്. അതിൽ കോൺഗ്രസ് നേതാക്കൾ ആരും ഇടപെട്ടിട്ടില്ല, ഇടപെടില്ല. ഞങ്ങൾ സമുദായങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല. അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല. അവരുടെ ആഭ്യന്തര കാര്യം. ഇപ്പം നമ്മളെ വിമർശിച്ചെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളെ വിമർശിക്കാൻ സമുദായ നേതാക്കന്മാർക്ക്, പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാ അവകാശമുണ്ട്. സാധാരണ ഒരു മനുഷ്യന് വരെ ഞങ്ങളെയൊക്കെ വിമർശിക്കാൻ അധികാരമുണ്ട്. ഞങ്ങളൊന്നും അസഹിഷ്ണുത കാണിക്കില്ല. അവർ വിമർശിച്ചോട്ടെ. ലീഗിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്തത് NSS. ലീഗ് NSSും SNDPയും തമ്മിലുള്ള സഖ്യം ഇല്ലാതാക്കിയത് ലീഗാണ് എന്നുള്ള SNDP ജനറൽ സെക്രട്ടറിയുടെ ആരോപണം ശരിയല്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞാൽ ശരിയല്ല. ലീഗ് അങ്ങനെ ഇടപെട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ലീഗ് എന്ത് ചെയ്യാനാണ് NSSും SNDPയും തമ്മിലുള്ള ചർച്ച? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരെടുത്ത 2 തീരുമാനങ്ങളും അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളാണ്. നോ കമന്റ്സ് ഉണ്ട്. ഞങ്ങൾ സമുദായങ്ങളുടെ മത കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യം, അവർ തീരുമാനം. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെന്തിനാണ് അതിനെക്കുറിച്ച് കമന്റും ഒക്കെ പറയുന്നത്? അവരെടുക്കട്ടെ. അല്ല, അതൊക്കെ എല്ലാവർക്കും വ്യക്തമാണല്ലോ. കാര്യങ്ങളെല്ലാം കേരളത്തിന് വ്യക്തമാണല്ലോ. കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറാണ്. നമ്മൾ പറഞ്ഞെന്തിനാണ് അങ്ങനെ ആക്കുന്നത്? എല്ലാവരും ക്ലിയറാണ്. ഞങ്ങൾ അവർ ഒരുമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഒരുമിക്കട്ടെ, നല്ല കാര്യമൊന്നുമല്ലോ അത്. ഞങ്ങൾക്ക് അതിലൊന്നും വിരോധമില്ല. ഒരുമിച്ചാലും ഭിന്നിച്ചാലും ഒന്നും വിരോധമില്ല. നമ്മൾ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട. സമുദായ കാര്യങ്ങളല്ല നമ്മുടെ ജോലി. അവർക്കൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെടാം. അവർക്കൊരു ന്യായമായ പരാതി ഏത് സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇടപെടും, ഉറപ്പായിട്ട് ഇടപെടും. ഞങ്ങളതിന് ന്യായമായ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരുടെയും കൂടെ നിൽക്കും. പക്ഷെ ഒറ്റ കണ്ടീഷനിൽ ഒരാൾ വർഗീയത പറയും. വർഗീയത പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞിരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മളെന്തിനാണെന്നേ, അത് കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ ഇപ്പോൾ അന്തരീക്ഷം. വരട്ടെ, പുറത്തു വരട്ടെ. എല്ലാ ചോദ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഷയം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉപയോഗിച്ചിട്ട് ആരോ ചിലർ ഒരു വർഗീയവൽക്കരണത്തിന്, അതിശക്തമായ ഒരു വർഗീയവൽക്കരണത്തിന്, അതായത് ചില പ്രത്യേക സമുദായങ്ങളുടെ ഒരു ഫോബിയ സൃഷ്ടിച്ചിട്ട് ഒരു വർഗീയവൽക്കരണത്തിന് കൊണ്ടുപിടിച്ചൊരു ശ്രമം ഇവിടെ ഉണ്ടായിരുന്നു എന്നും അതിനൊന്നും കൂട്ടുവെക്കുന്ന ആളുകളല്ല ഞങ്ങൾ എന്ന് NSSനെ പോലെയുള്ള പശ്ചാത്തലമുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചു. അത് ആ ഒരു വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം ഇവിടെ ഇല്ലാതായി എന്നുള്ളതിന് കേരളം ആശ്വാസപ്പെടണം എന്നാണ്. ഞങ്ങളാരുമല്ല, ഇത് കേരളം ആശ്വാസപ്പെടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.